Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വനയോര മേഖലകളിലെ വന്യമൃഗശല്യം അടിയന്തര നടപടികൾ ചർച്ച ചെയ്യാൻ റോജി എം ജോൺ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. ഇത് നമ്മൾ ഈ പരാതികൾ അല്ലെങ്കിൽ നമ്മളോട് ചർച്ച ചെയ്യുമ്പോൾ കുറെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. പിറ്റത്തതാണെങ്കിൽ നമ്മൾ ഇതുപോലെ മീറ്റിംഗ് വിളിക്കുമ്പോൾ തീരുമാനം എടുത്തതിന് എന്തെങ്കിലും എടുത്തു വെച്ചാൽ തീരുമാനത്തിൽ നടത്തുമെന്നുള്ളത് നോക്കണം. അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യും, ഇവിടെ ചായ കുടിക്കും, നമ്മൾ പോകും, നമുക്കിത് പണിയുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും നാളെ ആനോട് ഇറങ്ങണമെന്ന് വരച്ചിട്ട് ഞാനും വരായിരിക്കൊന്നുമില്ല. ആന സ്വാഭാവികമായിട്ടാണ് എല്ലാവർക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആനയായതുകൊണ്ട് ആനയുടെ പേര് മാത്രം ഉണ്ടോ? അവിടെ മലയണ്ണാൻ, കുരങ്ങ്, പന്നി, മയില് ഇല്ലാത്ത പരിപാടിയില്ല. മുഴുവൻ സ്ഥലങ്ങളും ഒരൊറ്റ വാർഡിൽ പോലും കാട്ടുപോത്ത്, ഇപ്പൊ കാട്ടുപോത്ത് മുതലുണ്ട് 35 കാട്ടുപോത്ത് അവിടത്തെ അവസാനിക്കുന്നൊരു പെടുത്തില്ല. അപ്പൊ അത്തരത്തില് വലിയ പ്രശ്നത്തിലൊക്കെയാണ്. ഇപ്പൊ ഒരു ചെറിയ ആനയാണ് ഈ പറഞ്ഞ വീടുകളിൽ കയറിയപ്പോ രണ്ടാമത്തെ വീട് അയ്യമ്പുഴ പോസ്റ്റ് മറ്റേ റേഷൻ പോസ്റ്റ് ഓഫീസിലാണ് ഒറ്റയാണ്. ഇതില് കുറച്ച് ഇനിയിപ്പോ ഞാനതിനെ കുറിച്ച് ദുരിതങ്ങളെ കുറിച്ച് പറയാനില്ല. നമ്മൾ മനസ്സിലാക്കി വെച്ച് കുറച്ച് ആളോട് സംസാരിച്ചിട്ട് കുറച്ചൊരു പരിഹാരങ്ങളൊന്നും രീതിയിൽ നമുക്ക് പറയാനുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യം നോക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം നമുക്കിപ്പോ അവിടെ അയ്യമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് മെയിൻ റോഡിൽ ഇപ്പുറത്തെ വശം മലയാറ്റൂർ ഫോറസ്റ്റ് സ്റ്റേഷനും ഇപ്പുറത്തെ വശം ഏഴാറ്റൂവാണ്. അപ്പൊ ആര് വന്ന് കയറുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പാടില്ല അപ്പുറം ഏഴാറ്റൂവാണ് ഇവിടെ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ലോ. ഇപ്പുറത്തെ ഏഴാറ്റൂവത്തിന്റെ സൗകര്യത്തിലേക്ക് സ്റ്റേഷനകത്ത് 2 വണ്ടി RRT സംവിധാനം അടക്കം ഗംഭീര രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാറ്റൂരിന്റെ കീഴിലിരിക്കുന്ന പാണ്ഡുവാറ, കണ്ണിമംഗലം, അതുപോലെ തന്നെ കാരേക്കാട് തുടങ്ങിയ സ്റ്റേഷനകത്ത് വണ്ടിയില്ല, ഒരു മനുഷ്യനില്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ്. അതിനുള്ള പാവങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബൈക്കുകളൊക്കെയാണ് ഇപ്പൊ അതിരാത്രിക്ക് വന്നത്. ഈ ആളുകളുടെ തെറി കേൾക്കുന്നതെല്ലാം കേൾക്കണം. അപ്പൊ എന്നാലും ഒരു ബൈക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തേക്ക് വിളിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും അത്രയും ആ പരിപാടി നടത്തും. നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞില്ല, പക്ഷെ ആ പരിപാടി അയ്യമ്പുഴക്കകത്ത് തിരുവനന്തപുരം സംവിധാനം അവിടെ നിൽക്കുമ്പോ 2 വണ്ടിയും RRT സംവിധാനം നിൽക്കുമ്പോ അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവസാനം മറ്റുള്ള ദിവസങ്ങളോ ആ മറ്റുള്ള കാര്യം നേരാകും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർബന്ധമായിട്ടാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഈ ഫോറസ്റ്റ് ഇല്ലിത്തോട് കുളങ്കുഴി റോഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പറഞ്ഞ 14,000 ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിന്റെ ഇരുവശത്തും പ്രത്യേകിച്ച് ഒരു വശത്ത് മുഴുവൻ ഈ പറഞ്ഞ ഇല്ലിയാണ്, മുളയാണ്, ബാബുവാണ്, അത് നിറഞ്ഞേക്കാണ് പല സ്ഥലത്ത്. അവിടെ വന്നത് അതിനകത്ത് നിന്ന് ആന അല്ലെങ്കിൽ അതിനകത്ത് എന്ത് നിന്നാൽ പോലും മനുഷ്യന് വഴിയെ പോകുമ്പോൾ കാണാൻ പറ്റില്ല. ഇത് റോഡിലാണെങ്കിൽ ഇവിടെ വരെ ഇല്ലിയാണ്, അതെന്ന് വെച്ചാൽ 10 മീറ്റർ പോലും ഇല്ലാത്ത രീതിയിൽ ഇല്ലിയാണ്. അടിക്കാടുകൾ വെട്ടാനുള്ള കാര്യം തീരുമാനം ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് എന്താണ് ഫർദർ നടപടികൾ? ഇവിടെ ശ്രീ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു, ഇവർക്ക് വാഹനം ഇല്ലാന്ന് പറഞ്ഞു, ഇവരെന്നെ കംപ്ലൈന്റ് പറഞ്ഞു. ഞാനന്ന് മറുപടി പറഞ്ഞു, വാഹനം വാടകയ്ക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ റേറ്റിൽ എടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റിൽ വാഹനം തരാൻ ആളുകൾ അല്ലെങ്കിൽ ടാക്സിക്കാർ തരാൻ തയ്യാറല്ല. ഞാൻ ചോദിച്ചു അഡീഷണൽ തുക എത്ര വരും? ആ അഡീഷണൽ തുക ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ഈ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങൾ അന്വേഷിക്കേണ്ട അഡീഷണൽ രൂപ ടാക്സിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന അഡീഷണൽ തുക എത്രയാണോ അത് ഞാൻ തരാമെന്ന് ഈ യോഗത്തിൽ വെച്ച് ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. ഞങ്ങളത് സ്പോൺസറെ കണ്ടെത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ അടുത്ത് ഫോറസ്റ്റിൽ ഒരാളും ഇത്ര രൂപ വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിക്ക് ഇന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും എൻ്റെ അടുത്ത് കൊണ്ടില്ല. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പഞ്ചായത്ത് ആരെ സംഭവിച്ചില്ല. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടി കിട്ടുന്നത്. ഇവിടെ വെച്ചെടുത്ത യോഗത്തിൽ ഞാൻ പറഞ്ഞാണ്, എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയാ പറഞ്ഞത്, ആ തുക ഞാൻ തരാമെന്ന് പറഞ്ഞു. പൈസ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഒരു 10,000-15,000 രൂപയുടെ കേസിലുള്ള മാസം അതിന് സ്പോൺസറെ ഞങ്ങളെ ഉപയോഗിച്ച് അതൊക്കെ കിട്ടും, അതിലേക്ക് അപ്പുറം കിട്ടും, അത് തരാമെന്നേ പറഞ്ഞു. അഡീഷണൽ തുക ഒരാളെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല ശേഷം ഇത് പറഞ്ഞത്. ഈ കാര്യങ്ങൾ എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത് അടക്കം വിശദീകരിച്ചിട്ട് വായിക്കാൻ നോക്കുക. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ വനാതിർത്തി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലും വീടുകളിലും കനത്ത നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. വന്യമൃഗശല്യം തടയാൻ മതിയായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാറില്ല. നിയമസഭയിലടക്കം വിഷയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി TBയിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നതെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. അങ്കമാലി നിയോജകമണ്ഡലത്തില് മലയാറ്റൂര്, അയ്യമ്പുഴ, അതുപോലെ തന്നെ മൂക്കന്നൂർ, കറുകുറ്റി പഞ്ചായത്തുകളുടെ മലയോര മേഖലകളിൽ അതീവ രൂക്ഷമായിട്ടുള്ള വന്യജീവി ശല്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടമായിട്ട് 10-20 ആനകളുടെ കൂട്ടമാണ് വന്ന് കൃഷി നശിപ്പിക്കുന്നതും ആളുകളുടെ വീടുകൾക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, റേഷൻ കടകൾ, പ്ലാന്റേഷൻ മേഖലയിലൊക്കെ
വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സാഹചര്യത്തിലാണ് നിയമസഭയിൽ ഈ വിഷയം നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട്. മന്ത്രിതല യോഗത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ DFOമാരും റേഞ്ച് ഓഫീസർമാരും ഒക്കെ ആയിട്ടുള്ള യോഗം ചേർന്നത് കുറേയേറെ തീരുമാനങ്ങൾ, ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അടിക്കാടുകളൊക്കെ വെട്ടി അവിടെ പ്രദേശമൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ റേഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലികമായിട്ട് ലഭ്യമാക്കുവാൻ, ഒപ്പം ഈ പ്രദേശത്ത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളത് ഇവിടെ നബാർഡിൻ്റെ പദ്ധതിയിൽ നമുക്ക് തുക അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ തുക വിനിയോഗിച്ചുകൊണ്ട് എത്രയും വേഗം അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഈ പ്രദേശത്തൊക്കെ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയാണ് നടക്കുന്നത്. ആ നടപടികൾ വേഗത്തിലാക്കി എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. വിഷയത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അയ്യമ്പുഴ, മലയാറ്റൂർ നീലീശ്വരം, കറുകുറ്റി, മൂക്കന്നൂർ പഞ്ചായത്തുകളിലെ വനാതിർത്തി മേഖലകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ ചേരുന്നതിനും അടിക്കാടുകൾ വെട്ടിനീക്കുന്നതിനും വാഹന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും യോഗത്തിൽ ധാരണയായി. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ, മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ കോയിക്കര, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മലയാറ്റൂർ വാഴച്ചാൽ ഡിവിഷൻ DFOമാർ, സെൻട്രൽ സർക്കിൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെറിയ ചെറിയ ഇഷ്യൂസ് ഇങ്ങോട്ടും പറഞ്ഞ് പോകുന്നതല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു നല്ല ടീം വർക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനജാഗ്രതാ സമിതി ഒരു സൊല്യൂഷൻ ട്രാവൽസ് മാത്രം പറയാനല്ലാതെ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മാറണം. രണ്ട് സൈഡും അത് DFO കൺസർവേറ്റീവിനുള്ളിൽ ഞങ്ങളത് മീറ്റിങ്ങിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഒന്ന് പരിഗണിച്ച് ഇതുപോലുള്ള അടിക്കാട് തെളിക്കൽ ഈവൻ ഇന്ന് PCK വിളിച്ചിരുന്ന അത് കൂടി എത്തിയിട്ടില്ല. ബട്ട് PCK MD എന്ന് നേരിട്ട് വിളിച്ചു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവരുടെ ബിക്കോസ് അവരും നഷ്ടത്തിലാണ് PCK. അപ്പോൾ അവർ ഒരു ഇന്റർഗ്രാഫിംഗ് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചു. അത് നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടില്ല. DFOമാരോട് ശക്തമായിട്ട് പറഞ്ഞു. ബിക്കോസ് പൈനാപ്പിൾ ഇന്റർഗ്രാഫ് ചെയ്താൽ അവിടെ ആനപ്രശ്നം കൂടി വരുന്നല്ലാതെ അത് സൊല്യൂഷനിലേക്ക് വരില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.